ഈ CPM-ൽ ഇതെന്താണ് സംഭവിക്കുന്നത്? ഈ രക്തസാക്ഷി ഫണ്ട് മുഴുവൻ ഇവർ കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ പലതും പുറത്തു വന്നു. പാവപ്പെട്ട പി ബിജുവിൻ്റെ പേരിൽ പിരിച്ച പൈസയുടെ ഇത് പാർക്കുന്നുണ്ട്, അയാളെ സ്മാരകം ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ ധൻരാജ് കണ്ണൂരിൽ പയ്യന്നൂരിൽ അതിൻ്റെ പേരിലാണ് പാർട്ടി വലിയ വിവാദങ്ങളുണ്ടാവുകയും കണ്ണൂർ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ മലബാർ മേഖലയിൽ CPM-ൽ തിരിച്ചടിവുണ്ടാവുകയും ചെയ്ത സംഭവമാണ് ധൻരാജ് രക്തസാക്ഷി ഫണ്ട് കൈയിട്ട് വാരൽ. ഏറ്റവും അവസാനം ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത് സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരിൽ സ്മാരകം നിർമ്മിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോയെന്നാണ് സാധിക്കുന്നത്. 1 കോടി രൂപയാണ് ഏരിയ സെക്രട്ടറിയും അളിയനായിട്ടുള്ള ലോക്കൽ സെക്രട്ടറിയും ചേർന്ന് അടിച്ചു മാറ്റിയത് എന്നാണ് പറയുന്നത്. അതായത് അളിയന്മാർ ഒരു കാര്യം ഉണ്ട് കേട്ടോ, പണ്ടൊക്കെ ഈ കുടുംബം നോക്കില്ല സാക്കന്മാർ, നാട്ടുകാരെ കാര്യമാണല്ലോ സാക്കളർ. ഇപ്പം അങ്ങനെയല്ല, ആദ്യം കുടുംബം, സമയ സന്ദർഭം കിട്ടുമെങ്കിൽ പിന്നെ നാട്ടുകാരും പാർട്ടിക്കാരും കാര്യം നോക്കാന്നുള്ളതാണ്. ഗംഭീര അളിയന്മാർ രണ്ടുപേരും കൂടിയാണ് ഇത് അടിച്ചു മാറ്റിയത്. അതായത് കണ്ണൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി രമേശും അദ്ദേഹത്തിൻ്റെ അളിയനായിട്ടുള്ള ഏരിയ സെക്രട്ടറിയും ചേർന്ന് ആണ് കോടിയേരിക്ക് സ്മാരകം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വിദ്വാന്മാർ പോയി ഒരു വീടങ്ങ് നോക്കി വയ്ക്കുന്നു. അതെ, അതായത് 4.5 സെന്റ് സ്ഥലവും വീടും കൂടെ ഒരു 70 ലക്ഷം രൂപയ്ക്ക് ഇതങ്ങ് മേടിക്കുന്നു. എത്ര ലക്ഷം രൂപയ്ക്ക് മേടിച്ചിട്ട് അതാണ് പകുതി എങ്ങനെ വിലയുള്ള സാധനമായിരിക്കും ഇത്. അത് മേടിച്ചിട്ട് ഈ സാധനം കൊണ്ട് ഇദ്ദേഹത്തിന്റെ സഹോദരി, അതല്ല രസം, സ്വന്തം പേരിൽ വാങ്ങിച്ചു. സ്വന്തം പേരിൽ, അതായത് മേടിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? CPM ടൗൺ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി എന്നുള്ള പേരിലാണ് മേടിക്കേണ്ടത്. പകരം ഈ രമേശൻ എന്നുള്ള പേരിൽ തന്നെ മേടിച്ചു. മേടിച്ചിട്ട് ഈ വസ്തു കൊണ്ടുവന്ന് സഹോദരി സെക്രട്ടറി ആയിട്ടുള്ള സഹകരണ ബാങ്കിൽ പണയം വെച്ച് 30 ലക്ഷം രൂപ മേടിക്കും. അതാണ് ഈ അളിയൻ എന്ന് പറയുന്നത്. എന്തായാലും ശരി, അതിനുശേഷം ഇദ്ദേഹം ഫണ്ട് പിരിക്കുന്നു. കോടിയേരിയുടെ പേരിൽ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ആ ഫണ്ടിന് കയ്യും കണക്കുമില്ല എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത. അത് വലിയ രസകരമാണ് ഈ സംഭവം. ഇത് കുറെ കാലം മുമ്പ് നടന്ന സംഭവമാണ് പോലും, 2 വർഷത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ ഇദ്ദേഹത്തെ എന്തായാലും സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റിയിട്ട് അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട് എന്ന് പറയും. ഇനി എന്ത് സെക്രട്ടറി സ്ഥാനം, കാശയിലിരിക്കുകയല്ലേ ഇപ്പൊ സാക്കൾ അങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ. എനിക്ക് സെക്രട്ടറി ഒന്നും ആവണ്ട. നമുക്കറിയാം ധനരാജ് ഫണ്ട് പിരിവിന്റെ പേരിൽ 8 വർഷമായി ധനരാജ് ഫണ്ട് പിരിവ് ടി മധുസൂദനെതിരെ ബി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കുള്ളിൽ നടത്തിയ പോരാട്ടത്തിന് 8 വർഷം. അത് 8 വർഷമായിട്ട് നീറിപ്പോകാനാണ് ഇപ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നത്. ഇതുവരെ അതിന്റെ കണക്ക് ഇവര് പി ബിജു മരിച്ചത് 2000 ആണ്ടിലാണ്. 2020 2026 6 വർഷമായിട്ടും പിന്നെ സ്മാരകവും വന്നില്ല. ആംബുലൻസ് വാങ്ങിച്ച പൈസ എവിടെയെന്ന് പറഞ്ഞുകൂടാ, എല്ലാം പോയി. അല്ല, ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പം പി ബിജു രക്തസാക്ഷിയായിരുന്നു അല്ല, അസുഖബാധിതനായിട്ട് മരിച്ചതാണ്. ഈ രക്തസാക്ഷികൾക്കാണ് ഡിമാൻഡ്. ഇപ്പോൾ അഭിമന്യുവിൻ്റെ പേരിൽ ഇവർ ഫണ്ട് പിരിച്ചു, ഒരു വീട് വെച്ചു. അതിന് എനിക്ക് തോന്നുന്നു ഈ ഫണ്ട് പിരിവിനകത്തുകൂടി ഇവർ ഈ കള്ളപ്പണം വെളുപ്പിക്കും. ഇതാകുമ്പോൾ എന്താണ്, ഇവർ പല രീതിയിലാണ്. അതായത് ബിരിയാണി ചലഞ്ച്, ആക്രി ചലഞ്ച്, ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വഴിയിൽ നിന്നെല്ലാം ആക്രി പറക്കി വിറ്റിട്ട് കിട്ടിയതാണ്. ആക്രി ചലഞ്ച്, ബിരിയാണി ചലഞ്ച്, പിന്നെ ഈ പറഞ്ഞാൽ ആട് തുടങ്ങിയ ദ്രവ്യങ്ങൾ, അത് പിന്നെ ബക്കറ്റ് പിരിവ്. ഇതല്ല, ഈ ബക്കറ്റ് പിരിവ് വിചിത്രമാണ് ഇവരുടെ രീതി. ഇത് കൊച്ചിൻ ഹനീഫ ഒരു സിനിമയിൽ പറയുന്ന പോലെ വായുവിൽ എഴുതി കൂട്ടുവാണ്. അതായത് കണക്കൊന്നും ഞാൻ ശേഖരിച്ച് വെച്ചിട്ടില്ല, പിന്നെന്തോ ഞാൻ വായുവിൽ എഴുതി കൂട്ടും. ഇത് വായുവിൽ എഴുതി കൂട്ടി വെച്ചിരിക്കുകയാണ്. കണക്ക് ചോദിക്കുമ്പോൾ ഇവർ വായുവിൽ എഴുതി കാണിക്കും, ഇന്ന കണക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിന് കയ്യും കണക്കുമില്ല ശരിക്കും പറഞ്ഞാൽ. അതെ, എന്ത് കിട്ടിയെന്നുള്ളതിന് കയ്യും. പണ്ട് ഇ പി പറഞ്ഞതുപോലെ, ഞങ്ങളിന് പണ്ടത്തെ സഹാക്കന്മാരെ പല മുറി വീടിയും വലിച്ച് കട്ടൻ ചായയും കുടിച്ച് പലപ്പോഴും നിന്ന് നടക്കണമെന്നാണ്. നമ്മുടെ കാലം മാറി. ഈ സഹാക്കന്മാർ പലരും എടുത്ത് മുണ്ട് കണ്ടിട്ടുണ്ട്. ഒരു മുണ്ട് ഷർട്ട് കണ്ടത്, ഏറ്റവും വില കൂടിയ ബ്രാൻഡഡ് ഷർട്ട്, അത് സ്റ്റാർ ചെയ്ത് അതിങ്ങനെ വടി പോലെ ആക്കി കോൺഗ്രസ്സുകാർക്ക് അതട്ടും നടക്കും പോലെയാണ് ഇപ്പം ഈ കോട്ടൺ ഷർട്ട്. 2000, 3000, 4000 രൂപ വില ഷർട്ടൊക്കെ ഇട്ട് ഇന്നോവ ക്രിസ്റ്റയിലാണ് ഇവരിങ്ങനെ വെളിയിൽ ബാക്കിൽ ഇങ്ങനെ ചാരിക്കിടക്കും. ഫ്രണ്ടിൽ ഒരു ഡ്രൈവർ കാണും. ഈ വണ്ടിയുടെ ബാക്കിൽ ഇയാൾ മാത്രം, വേറൊരാളെയും തൊഴിലാളി ക്ഷേമമാണ്, സോഷ്യലിസമാണ്, ഒറ്റ ഒരുത്തനെ വണ്ടിക്കകത്ത്. മന്ത്രിമാർ വരുന്നതിനേക്കായി വേളത്തിലാണ് ഇവർ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞ രക്തസാക്ഷികളുടെ ഫണ്ടിന് ഡിമാൻഡ് അറിയാം. അഭിമന്യുവിൻ്റെ ഇപ്പം ഞങ്ങൾക്കറിയാം, തിരുവല്ല സന്ദീപ് എന്ന് പറഞ്ഞ് ഒരു രക്തസാക്ഷി, അയാൾക്ക് വേണ്ടി പിരിച്ച ഫണ്ടിൻ്റെ പകുതി എങ്ങാണ്ട് അവരുടെ വീട്ടിൽ കൊടുത്തിട്ട് ബാക്കി ഇവന്മാർ പോക്കറ്റിൽ വെച്ചിരിക്കുകയാണ്. ഇതിനൊന്ന് ഇപ്പോൾ ഞാൻ പറയാം, ധനരാജ് ഫണ്ടിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തോമസ് ഐസക് പറഞ്ഞല്ലോ, ഇത് ശരിക്കും ഇത് പാർട്ടിക്കുള്ളിൽ അവതരിപ്പിച്ചാൽ മതി, അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമോ. പക്ഷേ ഇത് ഇത്രയ്ക്ക് വിവാദമായ സ്ഥിതിക്ക് നമ്മളത്
പൊതുജന സമക്ഷം കൊണ്ടുവരുന്നതിൽ എന്താണ് തെറ്റ്? പാർട്ടിക്ക് അങ്ങനെ ഇല്ലായിരിക്കാം, അങ്ങനെ ഒരു നടപടിക്രമം ഇല്ലായിരിക്കാം. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ തിരിച്ചടി ഉണ്ടാവില്ല. അല്ല, ഇതിപ്പോൾ അന്വേഷിച്ച് പോകുകയാണെങ്കിൽ ഇനിയിപ്പോൾ സകല രക്തസാക്ഷി ഫണ്ടിൽ ഇത് തന്നെയായിരിക്കും പരിപാടി. യുവമാർക്ക് പലർക്കും ഇത്രയും ആസ്തി ഇത് സ്മാരക ഫണ്ടാണ്. ഇത് ഇവർ മേടിച്ച സ്ഥലം, അതായത് തെക്കി ബസാറിൽ 30 വർഷം പഴക്കമുള്ള വീട് ഉൾപ്പെടുന്ന 4 സെന്റ് വസ്തു 70 ലക്ഷം രൂപയ്ക്ക്. 70 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചത് എങ്കിൽ ഇതിന് ശരിക്കും ഇതിന്റെ വില 30 ലക്ഷം രൂപ എങ്ങനെയായിരിക്കും? ബാക്കി കേസിലായി കാണും. അതാണ് ഇത് രസം. എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം പേര് രജിസ്റ്റർ ചെയ്തു, സഹോദരിയുടെ അവിടെ വെച്ചു, അപ്പോൾ വായ്പ എടുത്തു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഇത് തന്നെ ഇതേ സെയിം സംഭവം നമ്മുടെ ഈ റാന്നിയിലും ഉണ്ടായിട്ടുണ്ട്. റാന്നിയിൽ ഒരിടത്ത്, അത് എനിക്കൊന്ന് വടശ്ശേരിക്കരയാണ്, ഇതേപോലെ തന്നെ സ്വന്തം പേരിൽ ഈ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിഞ്ഞിട്ട് അതുകൊണ്ട് പണയം വെച്ച് പൈസ എടുത്തു. അത് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അയാളെ വീണ്ടും പാർട്ടിയിലെടുത്തു. ഇപ്പോൾ എന്തോ ലോക്കൽ സെക്രട്ടറി ആക്കണമല്ലോ, അവർക്കാണ് ഡിമാൻഡ്. സത്യസന്ധന ഈ പാർട്ടി ഒരു വിലയില്ല. കള്ളനെന്ന് പറഞ്ഞാൽ അവന് തിരിച്ചു കൊണ്ടുവന്ന് വല ഉന്നത പദവി കൊടുക്കാൻ പറയും. അപ്പോൾ 20 ലക്ഷം രൂപ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും സഹകരണ സംഘം ജീവനക്കാരിൽ നിന്നും പലിശ വാഗ്ദാനം ചെയ്ത് മേടിച്ചു. ഇപ്പോൾ എത്രയായി? 30, 20, 50 ലക്ഷമായി. അതെ. പിന്നീട് കാഴ്ച എന്ന പേരിൽ വ്യാപാര പ്രദർശനം നടത്തി. ഇതിന് പുറമെ 500 രൂപയുടെ കൂപ്പൺ അടിച്ച് ലോട്ടറി മാതൃകയിൽ കാർ 1ാം സമ്മാനം വാഗ്ദാനം ചെയ്ത് പറ്റിച്ചു. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇവിടെ ബോച്ചെ ടീ നടത്തിയ സമയത്ത് ഓർക്കുന്നോ, ലോട്ടറി നിയമ നടപടി സ്വീകരിക്കാൻ പറ്റും. അതുപോലെ ഓരോരുത്തർക്കും ഇവിടെ ഈ നറുക്കെടുപ്പ്, കൂപ്പൺ നറുക്കെടുപ്പിന് വരെ അതെ ലോട്ടറി നറുക്കെടുക്കാൻ അവർക്ക് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ഒന്നും കണക്കെങ്ങും അവതരിപ്പിച്ചിട്ടില്ല. ആരോപണ വിധേയനായ ലോക്കൽ സെക്രട്ടറിയുടെ അളിയനായ ഏരിയ സെക്രട്ടറി കൂട്ടുനിന്നു. അപ്പോൾ 2 വർഷമായിട്ട് ഇതിന് പരാതിയുണ്ട്. ഈ പരാതി എല്ലുന്നുണ്ടെങ്കിലും അവിടെ എങ്ങും ഒന്നും നടന്നിട്ടില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോടിയേരിയുടെ ഒരു സ്മാരകം എന്ന് പറയുമ്പോഴേ കോടിയേരിയുടെ അടുത്ത് എല്ലാവർക്കും ഒരു സ്നേഹം. പിണറായിയുടെ ആണെങ്കിൽ ഇങ്ങനെ വിരിക്കാൻ പറ്റില്ല, ആൾ തരാൻ ഊരിലെ കൊണ്ടുപോകാൻ പറയും. പക്ഷേ കോടിയേരി ആകുമ്പോൾ അങ്ങനെയല്ല. കോടിയേരി എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോൾ കോടിയേരിയുടെ സ്മാരകം നിർമ്മിക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞാൽ ആരും പൈസ കൊടുക്കും. കാരണം കോൺഗ്രസ് BJP-ക്കാരും വരെ പൈസ കൊടുക്കും. അല്ല, ഇത് 2 വർഷമായിട്ട് പരാതി പറയുന്നു, വിവിധ കമ്മിറ്റികളിൽ ചർച്ച ചെയ്യുന്നു. ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നതേ ഇല്ല. ഇത് ചർച്ച ചെയ്യുന്നല്ലേ. പക്ഷേ ഇപ്പോൾ ഇത് ചർച്ചയായി. എന്തുകൊണ്ടാണെന്നറിയാം? ഈ തുടർ തോൽവികളിൽ ഈ വീണ് കിടക്കുകയാണല്ലോ. ഇപ്പോൾ വീണ് കിടക്കുന്ന കാര്യമായതുകൊണ്ട് എന്തും ചർച്ചയാവും. അല്ല, അന്ന് ഇപ്പം കഴിഞ്ഞ 10 വർഷം പാർട്ടിയിലെ ഡിമാൻഡ് കള്ളാനും ഇത് പിടിച്ചോറിക്കാരനും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അത് സത്യം മനസ്സിലായപ്പോൾ ഇനി യവന്മാർ വേണ്ട, അതൊന്നും സത്യം പറയുന്നവനെ പുറത്താക്കും. ഈ കള്ളനെയും പിടിച്ചോറിക്കാരനും പാർട്ടിയിൽ വലിയ പദവിയിൽ ഇരുത്തുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതല്ല, പാർട്ടി പുനഃസംഘടിപ്പിക്കട്ടെ, പാർട്ടി നിലനിൽക്കണ്ടേ അവിടെ. അതെ. അപ്പോൾ അതിനുവേണ്ടി ഇനി സത്യസന്ധന്മാരെയും മര്യാദ ഉള്ളവരെയൊക്കെ നോക്കിയുള്ള ഓട്ടത്തിലാണ്. ഇപ്പോൾ എന്തായാലും ശരി, ഇയാളെ ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്. ഇയാൾ പറയുന്നത് ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല, ഞാൻ മാത്രമല്ല ലോമാരും ഉണ്ടായിരുന്നു, നേതൃത്വത്തിന്റെ അറിവോടെ ചെയ്തതാണ്. അപ്പൊ ഈ പൈസ എല്ലാം ഓരോരുത്തന്മാരെ ഇത് 1 കോടിയൊന്നും ആയിരിക്കില്ല കേട്ടോ, ഇതൊരു 5-6 കോടി അങ്ങ് പിരിച്ചു കാണും. പിന്നെ ഇതിനെവിടാ കണക്ക്? അതിൽ ഞാൻ പറഞ്ഞ ബിരിയാണി ചലഞ്ചിനും ആക്രി ചലഞ്ചിനും ഒക്കെ എവിടാ കണക്ക്? നമുക്കറിയാം, ഇത്ര ബിരിയാണി വിറ്റ് കിട്ടിയാൽ ഇത്ര രൂപ കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് കൂടി ഇവന്മാർ പല സാധനങ്ങളും വെളുപ്പിച്ച് എടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് പല രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നമ്മൾ ഈ CPM-മാരെ പഠിപ്പിക്കുകയേ വേണ്ട. ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ PSC-യിലെ തട്ടിപ്പ് വരെ കണ്ടുകൊണ്ടിരിക്കുക. എവിടെയൊക്കെ എങ്ങനെയൊക്കെ തട്ടിപ്പെടുത്താൻ പറ്റും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റിയൊരു പാഠപുസ്തകമാണ് ഇവർ. എങ്ങനെയെല്ലാം ക്രമക്കേട് ചെയ്യാം, എത്ര ഫലപ്രദമായി എങ്ങനെ ബുദ്ധിപൂർവ്വം കള്ളത്തനം നടത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളായി ഈ പ്രവർത്തികളൊക്കെ മാറുകയാണ്. എന്നാലും കോടിയേരി ബാലകൃഷ്ണനോടൊക്കെ ഇത് ചെയ്ത് ഭയങ്കര ക്രൂരമായി പോയി. അദ്ദേഹത്തെ പോലെ വളരെ ജനകീയനായിരുന്ന അത് ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബത്തിന് ഇത് അറിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ തന്നെ അവരെല്ലാം ഇപ്പോൾ ആകെ വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇതൊക്കെ കോടിയേരിയുടെ പേരിൽ പോലും തട്ടിപ്പ് നടത്തിയിട്ട് ഇവരാരും ഇടപെടുകയോ ഒന്നും ചെയ്യാതെ യുവമരെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നുള്ളത് വേറെ വിഷമം ഉണ്ടാക്കിയിരിക്കും. നമ്മുടെ വീട്ടിലാണ് ഒരാൾ ഇതുവരെ ഉണ്ട്, അയാളുടെ പേരിൽ ഇമാതിരി ഫണ്ട് കെട്ടിപ്പെടാൻ നമുക്ക് ദേഷ്യം വരില്ല, വിഷമം തോന്നില്ല.